പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷത്തോടെ നിങ്ങളോടുകൂടി ആയിരിക്കുന്നു. ദൈവം എനിക്ക് ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തന്ന കൃപയോർത്തോട് നന്ദി പറയുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജൻസി ബി വർഗീസ്. ഇന്നലെ നാം പഠിക്കുകയല്ലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചത്തെ വചനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഇന്ന് തിങ്കളാഴ്ചയാണ്. നമുക്ക് വീണ്ടും ഒരു പുതിയ വചനത്തിലേക്ക് കടക്കാം. പുതിയ വചനം നാം പഠിക്കുന്നു. ആ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിൽ നിറയട്ടെ. ഇന്ന് പഠിക്കുന്ന വചനം സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായം 11-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 30 വേഴ്സ് 11. വചനം ഇതാണ്: അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. സങ്കടപ്പെടുന്നവർ, നമുക്ക് സങ്കടപ്പെടാൻ അവകാശമില്ലതേ. കാരണം സന്തോഷം തരുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. മാനുഷികമായി നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്, അത് തീർച്ചയാണ്, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എന്നാൽ കർത്താവ് പറയുന്നു, നീ സന്തോഷിക്കുക, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. എല്ലാം നമുക്ക് നടത്തിത്തരുന്ന ദൈവം കൂടെയുള്ളപ്പോൾ നമുക്ക് സങ്കടപ്പെടാൻ എന്ത് അവകാശം? അപ്പോൾ ഈ വചനം ഇതാണ്: അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കു വസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. നോക്കി, എത്ര സുന്ദരമാണ്. അപ്പം നമ്മുടെയൊക്കെ ആഗ്രഹം അതാണ്, അല്ലേ? ദൈവം നമ്മെ ആനന്ദമണിയിക്കണം, നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കണം. ഇത് കർത്താവ് പറയുകയാണ്: അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കു വസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. യു ഹാവ് ടേൺഡ് മൈ മോർണിംഗ് ഇൻ ടു ഡാൻസിങ്. യു ഹാവ് ടേക്കൺ ഓഫ് my sackcloth and clothed me with joy. അപ്പോൾ ഇതാണ്, ദൈവം സന്തോഷം കൊണ്ട് നമ്മെ മൂടും. ആ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. മറ്റാര് തരുന്നതിനേക്കാളും വലിയ സന്തോഷം കർത്താവ് നമുക്ക് തരുന്നേ. ആ സന്തോഷം സ്വീകരിക്കണ്ടേ? ഈ ദിവസം ആഗ്രഹിച്ച് ദൈവം അനുഗ്രഹിക്കും. ആമേൻ.